മണിക്കൂറുകളൊക്കെ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് പൂരം വെടിക്കെട്ട് നടന്നത്. എന്താണെങ്കിലും തൃശൂർ പൂരം വെടിക്കെട്ടിന്റെ സമാപനമായിരിക്കുന്നു. 3 മണിക്ക് നിശ്ചയിച്ചിരുന്ന വെടിക്കെട്ടാണ് രാവിലെ 7:10 ആരംഭിച്ചത്. ആദ്യം പാറമേക്കാവും പിന്നാലെ തിരുവമ്പാടിയുമാണ് വെടിക്കെട്ട് നടത്തിയത്. നമുക്ക് ആദ്യം ദൃശ്യങ്ങൾ കാണാം, അതിനുശേഷം ആദ്യത്തിന് ഓമനക്കുടിയുടെ വിവരങ്ങൾ നൽകാം. നമ്മളൊക്കെ റിട്ടേൺ ടിക്കറ്റ് വരെ എടുത്തിട്ട് വന്നിട്ടുള്ള ട്രെയിന് പോയി ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട്. ഇന്നലെ രാത്രി തൊട്ട് 10 മണി തൊട്ട് കാത്തു നിൽക്കാൻ തുടങ്ങിയത്. ഇതൊരു ശരിക്ക് ഇത് രാത്രി പൊട്ടിക്കേണ്ട സാധനമല്ല. ഇത് ജനങ്ങളെ വിട്ടിയാക്കിയിട്ടല്ല ഇപ്പോൾ ഇത്രയും കാലം നിന്നത്. ഉറപ്പായിട്ടാണ് നിൽക്കണേ. വയനാട്ടിൽ നിന്ന് വരികയാണ്. വയനാട്ടിൽ മണിക്ക് പൊട്ടും പറഞ്ഞ് ഇവിടെ നിന്നാണ്. നിന്ന് വേർപ്പ് വെള്ളം തട്ടി 5 കിലോ ചോറിലാകാണ്ട് ഇങ്ങനെ ഒരു തൃശ്ശൂർ പൂരം കാണാൻ അങ്ങ് വന്നു. അടുത്ത പോലെ അങ്ങ് വരില്ല, അതാണ് ഉറപ്പ്. അത് നല്ല ജനങ്ങളുടെ ശാപം അതാണ്. വെടിക്കെട്ട് പൊട്ടി നന്നായി. പക്ഷെ നമ്മൾ മനുഷ്യരുടെ കാത്തിരിപ്പിന് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമേനെ പരിശോധിച്ചു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. നമ്മൾ പകലായതുകൊണ്ട് ആ മിട്ടുകളുടെ ഒക്കെ ഒരു ഭംഗി നഷ്ടമായിട്ടുണ്ട്. നമുക്ക് പകലിതിപ്പോൾ ഒരു രാത്രി പൊട്ടാണെങ്കിൽ ശരിക്കും നല്ല വർണ്ണാഭമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. പുലർച്ചെ 1 മണിക്ക് വന്നുള്ള ഈ രാത്രി പൊട്ടുന്ന സംഭവം ഈ വെളിച്ചത്ത് പൊട്ടിയിട്ട് വല്ല ഭംഗി ഉണ്ടാവുക. അതിൻ്റെ ഒരു അഴക് പൊട്ടണ്ടേ. ആദ്യത്തിന് ഓമനക്കുട്ടലിലേക്ക് പോവുകയാണ്. അങ്ങനെ വെടിക്കെട്ട് അനിശ്ചിതത്വങ്ങൾക്കൊക്കെ ഒടുവിൽ, ആകാംക്ഷകൾക്ക് കാത്തിരിപ്പിനൊക്കെ ഒടുവിൽ എന്താണെങ്കിലും വെടിക്കെട്ട് നടന്നു. പക്ഷേ പൂരപ്രേമികളുടെ നിരാശ അത് അവരുടെ വാക്കുകളിൽ വളരെ വ്യക്തമാണ്. കാരണം രാത്രി സമയത്ത് എത്രയോ അത്ഭുതങ്ങൾ തീർക്കേണ്ടിയിരുന്ന ഒരു വെടിക്കെട്ടാണ് ഈ പകൽ ഒരു ശബ്ദം മാത്രമായി ഒതുങ്ങിപ്പോയത്. അതിൻ്റെ ഒരു നിരാശ, ആ ഒരു വിഷമമൊക്കെ തൃശ്ശൂരുകാരിലേക്ക് അല്ലെങ്കിൽ പൂരപ്രേമികളൊക്കെ ഇനി ജീവിത അവസാനം വരെ അവരുടെ മനസ്സിൽ ഈ ഒരു സംഭവം ഇങ്ങനെ തന്നെ നിലനിൽക്കും. അപ്പോൾ എന്താണെങ്കിലും വെടിക്കെട്ട് പൂർത്തിയായി. സാധാരണ നമ്മൾ ഈ വെടിക്കെട്ട്, തൃശ്ശൂർ പൂര വെടിക്കെട്ട് എന്ന് പറയുന്നത് 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദൃശ്യ ശ്രവ്യ ശബ്ദഘോഷങ്ങളുടെ പൂരം എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിപ്പോൾ 36 മണിക്കൂർ 40-41 മണിക്കൂറിലേക്കൊക്കെ കാര്യങ്ങൾ നീണ്ടുപോയി. ഇന്നിപ്പോൾ ദേശക്കാരുടെ പൂരമാണ്, വീട്ടുകാരുടെ പൂരമാണ്. പകൽപൂരത്തിനുള്ള ചടങ്ങുകളൊക്കെ എപ്പോഴാകും ഇനിയിപ്പം ആരംഭിക്കുക? സേതുലക്ഷ്മി, ഈ ഇന്നത്തെ ചടങ്ങുകൾക്കും പകൽപൂരത്തിനും ഒക്കെ വിഘ്നം വരാത്ത രീതിയിൽ വെടിക്കെട്ട് അവസാനിച്ചു. എന്നാലും പൂരപ്രേമികളുടെ ആകെ മനസ്സിലും മുഖത്തുമൊക്കെ നിരാശയാണ്. നൂറ്റാണ്ടിൻ്റെ ഈ പൂര ചരിത്രത്തിൽ ഈ ഒരു പൂരം ഒരു നിരാശയുടെ അധ്യായമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഉദാഹരണമായി ഞാനൊക്കെ എൻ്റെ ആദ്യത്തെ പൂരമാണ്. ഞാൻ ആദ്യമായി എത്തുന്നതാണ്. പൂരം കാണാനും റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ എനിക്കും വലിയ പ്രതീക്ഷകളായിരുന്നു. ഇന്നലെ ഒരു 10 മണിയോടെയാണ് നമ്മളിവിടെ എത്തിയത്, മാധ്യമപ്രവർത്തകരെല്ലാവരും എത്തിയത്. അതുപോലെ തന്നെ ആയിരങ്ങൾ 10 മണിക്ക് ശേഷമൊക്കെ ഇവിടെ എത്തി. ഒരു പുലർച്ചെ 3 മണിയോടെ ആരംഭിക്കേണ്ട വെടിക്കെട്ടാണ് ഇന്ന് രാവിലെ 7 മണിക്ക് ആരംഭിക്കേണ്ടി വന്നത്. അത്തരത്തിൽ ഒരു വലിയ ദൗർഭാഗ്യകരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. പൂരപ്രേമികളെല്ലാം നിരാശരായി മടങ്ങുകയാണ്. സാധാരണ ഈ ഒരു പൂരത്തിൻ്റെ ഒരു വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് ആ ഒരു ആവേശത്തോടെ മറ്റൊരു പൂരം, ഇനി വരുന്ന പൂരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു ആകാംക്ഷയോടെ മടങ്ങുന്നവരൊക്കെ വളരെ നിരാശരായി മടങ്ങാണ്. ചേട്ടാ, വെടിക്കെട്ട് കണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു. ആക്ഷേപഹാസ്യമാണോ? അല്ലല്ല, ഇഷ്ടമായി. അത് പൂത്തിരികളൊക്കെ കണ്ടായിരുന്നോ? ഒരുവിധം. രാത്രിക്കാണ് ആക്ച്വലി ഇത് കുറച്ചും കൂടി നല്ലതായിരിക്കും കാണാനായിട്ട്. പകലായതുകൊണ്ട് ആ ഒരു സിവിലിറ്റി നമുക്ക് കിട്ടിയിട്ടില്ല. ശബ്ദം മാത്രമേ ഉള്ളായിരുന്നു അല്ലേ? ശബ്ദം പക്ഷെ നല്ലതായിരുന്നു. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. തൃശ്ശൂർക്കാരും പൂരപ്രേമികളൊക്കെ പറയുന്നതാണ്. കുഴപ്പമില്ല. ഉറങ്ങിയിട്ടില്ല.
എന്തായാലും അത് കാണേണ്ടവർ കാണട്ടെ, കേൾക്കേണ്ടവർ കേൾക്കട്ടെ. അത് പറഞ്ഞതിലൊരു കാര്യമുണ്ട്. കാരണം തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും ആ വെടിക്കെട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കാരണം അതിഗംഭീരമായ വെടിക്കെട്ട് തന്നെയായിരുന്നു. പക്ഷെ അത് ഇത്തിരി സമയം വൈകി പോയെന്നുള്ളൂ. പക്ഷേ ഈ തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് പുലർച്ചെ വെടിക്കെട്ട് പകൽ വെളിച്ചത്തിൽ കാണുന്ന ആദ്യമായിട്ടല്ല. പല വർഷങ്ങളിലും ഇങ്ങനെ പകൽ വെളിച്ചത്തിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വർണ്ണവും അതുപോലെ തന്നെ ശബ്ദവും രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ലോട്ടറി. അതില്ലെങ്കിലും നല്ല ശബ്ദത്തിൽ വെടിക്കെട്ടുണ്ടെങ്കിലും അടിപൊളി വെടിക്കെട്ടാണെങ്കിൽ ആ പവറിന് ഒരു കുറവില്ല. രണ്ട് വിഭാഗവും നല്ല രീതിക്ക് തിരുവമ്പാടി പാറമേക്കാവിൻ്റെ ആദ്യം പൊട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതായിരിക്കും ബെസ്റ്റ് എന്ന്. അത് കഴിഞ്ഞ് തിരുവമ്പാടി തുടങ്ങിയപ്പോൾ പതുക്കെയായിരുന്നു. അതിനുശേഷം അങ്ങ് കത്തി കയറിയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെവിടൊക്കെ അങ്ങ് കിലിങ്ങിപ്പോയില്ലേ. വർണ്ണ കാഴ്ചകളില്ലെങ്കിലും ആ ശബ്ദമുഖരിതമായതുകൊണ്ട് അടിപൊളിയായിരുന്നു അവസാന നിമിഷം. എനിക്ക് എൻ്റെ ആദ്യത്തെ അനുഭവം എന്ന രീതിയിൽ അവസാനം ഞാൻ തരിച്ചു പോയി. നമ്മളെയൊക്കെ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിൽ വലിയ ശബ്ദ അന്തരീക്ഷമായിരുന്നു. പക്ഷേ ഈ കാഴ്ചയുടെ ആ ഒരു വസന്തം എനിക്കും കൂടെ ആസ്വദിക്കാൻ പറ്റില്ല. ഒരു ആദ്യമായിട്ടെത്തിയൊരു പൂരത്ത് പറമ്പിലെത്തിയ ഒരു ആദ്യമായിട്ടെത്തിയ ഒരാളെന്ന രീതിയിൽ എനിക്കതൊക്കെ നഷ്ടമായില്ലേ? തീർച്ചയായും. അതായത് ഇത് പൊട്ടുമ്പോൾ ഇതിലൊക്കെ നല്ല കളറുള്ള അമിട്ടുകളുണ്ട്. അതുപോലെ തന്നെ പല തരത്തിലുള്ള വെറൈറ്റികൾ ഇതിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും കാണാനുള്ള ഒരു ഭാഗ്യം ഇത്തവണ ഉണ്ടായില്ല. നിയന്ത്രണങ്ങൾ പലപ്പോഴും പാളിപ്പോകുന്നതും അതുപോലെ തന്നെ കടുപ്പിക്കുന്നതും എല്ലാമാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണം. ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കടുത്ത നിയന്ത്രണമായിരുന്നു. ഈ നിയന്ത്രണത്തിൻ്റെ പേരിലാണ് ഇവിടെ ഇന്നിപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായത്. പക്ഷേ അതിനുശേഷം ഈ വെടിക്കെട്ട് നടത്തിയപ്പോൾ ഒരു നിയന്ത്രണം ഉണ്ടായില്ലെന്നുള്ളതാണ്. കാരണം ഞങ്ങളൊക്കെ പണ്ട് എങ്ങനെയാണ് വെടിക്കെട്ട് കണ്ടിരുന്നത് അതുപോലെ തന്നെ ഇത്തവണ ആളുകൾക്ക് കാണാൻ പറ്റി. റൗണ്ടിൽ കയറി സ്വരാജ് റൗണ്ടിൽ കയറി ഈ തൊട്ടടുത്ത് ഈ ബാരിക്കേഡിന് തൊട്ടടുത്ത് കാണാൻ പറ്റി. അതൊരു അധികം ആളുകൾ ആരും മടങ്ങിപ്പോയില്ല. ഒരു പകുതി ആളുകളൊക്കെ എന്തായാലും മടങ്ങിപ്പോയിട്ടുണ്ടാവും. കാരണം ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ട്. പക്ഷേ ഒരു ആവേശമുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ ആ ആവേശത്തിന് എന്തായാലും മടുപ്പിച്ച്